Two parallel plate capacitors separated by a distance x and 1.x respectively has a dielectrical material of a dielectrical constant 3.0 inserted between the plates and are connected to a battery of voltage V. The difference in charge on the second plate compared to the first is. അതായത് നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് C1 C2 എന്ന് പറയാം. ആദ്യത്തെ ഫസ്റ്റത്തെ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ചാർജ് സെപ്പറേഷൻ എക്സും രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് തമ്മിലുള്ള ചാർജ് സെപ്പറേഷൻ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 1.1x ആണ്. രണ്ടിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ഡയലക്ട്രിക്കൽ കോൺസ്റ്റൻ്റ് ഉള്ള മെറ്റീരിയലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.0 ആണ്. അത് നമ്മൾ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടിനും V എന്ന് പറഞ്ഞ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എത്ര ഡിഫറൻസ് നമുക്ക് ഓപ്ഷൻസ് കണ്ടറിയാം. പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് ചാർജിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് കപ്പാസിറ്റർ കമ്പയർഡ് ടു ദി ഫസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ചാർജ് ടു Q1 ചാർജ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ഇക്വേഷൻ Q is equal to CV ആണ്. അപ്പോൾ ഇത് C1 V ആണ്. C1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക എപ്സിലോൺ A ഡിവൈഡഡ് ബൈ D ഇൻറ്റു E ആണ്. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താ എപ്സിലോൺ 0 എപ്സിലോൺ R A ഡിവൈഡഡ് ബൈ D ഇൻറ്റു V ആണ്. അപ്പോൾ എപ്സിലോൺ R എന്ന് പറയുന്നതാണ് ഇവിടെ K എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടിലും എത്രയാണ് 3 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ സെപ്പറേഷൻ എക്സ് ആണ്. അതുപോലെ നമ്മൾ രണ്ടാമത്തേലും നമ്മൾ ചാർജ് Q2 ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. Q2 എന്ന് പറയുന്നത് C2 V ആണ്. അതായത് എപ്സിലോൺ 0 എപ്സിലോൺ R അതായത് ഇവിടുത്തെ K ആണ്. K A ഡിവൈഡഡ് ബൈ D ഇതിൻ്റെ സെപ്പറേഷൻ എന്താ 1.1x ആണ്. പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണും കമ്പയർഡ് ടു ഫസ്റ്റ് Q ആണ്. അപ്പോൾ നമ്മൾ എന്താ കാണുന്നത് നമ്മൾ കോമൺ ആയിട്ടുള്ള ടേംസ് എന്തെങ്കിലും നോക്കിയാൽ മനസ്സിലായിരിക്കും. എപ്സിലോൺ 0 K A ഡിവൈഡഡ് ബൈ എക്സ് ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. പിന്നെ V ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എപ്സിലോൺ 0 K A ഡിവൈഡഡ് ബൈ എക്സ് വിയും നമ്മൾ പുറത്തെടുത്ത് കോമൺ ടൈംസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് വിയും ക്യാൻസൽ ചെയ്ത് ഇവിടെ. അത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 - 1.1 ഡിവൈഡഡ് ബൈ 1.1 നമുക്ക് എത്ര കിട്ടിയേ നെഗറ്റീവ് ഓഫ് 0.1 ഡിവൈഡ് ബൈ 1.1 ആണ്. അത് നെഗറ്റീവ് ഓഫ് 10 ഡിവൈഡ് ബൈ 11 ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് നെഗറ്റീവ് ഓഫ് 0.909 ആണ്. അപ്പോൾ നമ്മളിവിടെ പേഴ്സൻറ്റേജ് ഡിഫറൻസ് ചോദിച്ച കാരണം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കിട്ടിയേ -9.09 നിയർലി 9%. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഇത് കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയർലി 9% ആണ്. പക്ഷെ അതില്ലാത്ത കാരണം നമ്മൾ -10% ഓപ്ഷൻ D ആണ് കറക്റ്റ്.